യെസ്, നമ്മളിന്ന് ചില പോസ്റ്റുകളെ ഒന്ന് റിയാക്ട് ചെയ്യാൻ പോകണം. ഐ വിൽ സ്റ്റാർട്ട് വെൻ ഐ ഫീൽ കോൺഫിഡൻറ്റ്. വളരെ നന്നായിരിക്കും. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇന്ന് വേണ്ട, ഞാൻ നാളെ വളരെയധികം കോൺഫിഡൻ്റ് ആവും, എനിക്ക് ഭയങ്കര കോൺഫിഡൻസിൽ കുറവുണ്ട്, അപ്പം ചെയ്തു നോക്കാം. അല്ലെങ്കിൽ ഇന്ന് വേണ്ട, ഇന്നൊരു എനർജി കിട്ടും, ഞാൻ നാളെ ചെയ്തു നോക്കാം. ഈ ഇൻസ്റ്റൻ്റാണ് ഈ പറഞ്ഞ ഡയലോഗ്. ഐ വിൽ സ്റ്റാർട്ട് വെൻ ഐ ഫീൽ വെരി കോൺഫിഡൻറ്റ്. തേങ്ങ, നമുക്ക് ഒരിക്കലും അങ്ങനത്തെ സിറ്റുവേഷൻ വരാൻ പോകുന്നില്ല. റിയാലിറ്റി മനസ്സിലാക്കുക പ്ലീസ്. കോൺഫിഡൻസ് പറഞ്ഞ സിറ്റുവേഷൻ ചെയ്യാതെ ആക്ഷൻസ് എടുത്ത് ഫെയിലായി അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് അത് ഹോർമോൺസ് ഒക്കെ റിയാക്ട് ചെയ്ത് മനസ്സിലാവാത്ത ഒരിക്കലും കോൺഫിഡൻസ് പറഞ്ഞ സിറ്റുവേഷൻ വരില്ല. ഇത് ഈ കണ്ട ആളുകളെല്ലാം കൂടി പറഞ്ഞുണ്ടാക്കി വെച്ചൊരു സംഭവമാണ്. നമുക്ക് കോൺഫിഡൻസ് സ്റ്റേറ്റ് എത്തും, അപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയല്ല, കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ മിസ്റ്റേക്സ് അറിഞ്ഞ് അത് നന്നായി വരുമ്പോൾ നമുക്കുള്ളിലൊരു ഡോപ്പമിൻ റഷ് വരും. ഒരു എന്താ പറയുക, ഓക്കെ നല്ലൊരു ഫീൽ വരും, ഞാനത് ചെയ്തല്ലോ, അടിപൊളി. അതാണ് കോൺഫിഡൻസിൻ്റെ സ്റ്റേറ്റ്. ആ ഹാപ്പിനെസ് സ്റ്റേറ്റിനെ പറഞ്ഞ പേരാണ് കോൺഫിഡൻസ്. അപ്പോൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുക. അത് ബോറാണെങ്കിൽ അത് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നല്ല 4 പേര് നല്ല വരുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് കിട്ടും. അതിൻ്റെ പുറത്ത് പിന്നെ അടുത്ത വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണ്ട, ആവൂല. ഓക്കെ, പീപ്പിൾ സപ്പോർട്ട് യു വെൻ യു സ്റ്റാർട്ട്. ഇത്രയും പച്ചരന്നാണ് ചിലപ്പോൾ നിങ്ങൾ ഇനി കേൾക്കൂല. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ തുടങ്ങിയാൽ മതി, ബാക്കിയുള്ളവർ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത്, ഏട്ടാ ഈ ഒരു ബിസിനസ് തുടങ്ങടാ, ബാക്കി നമ്മളായിട്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഐഡിയ ഉണ്ട്, എനിക്ക് തുടങ്ങി, ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാമെന്ന് പറയും. ലൈഫ് ഇതൊരു നമ്പരുത്, അങ്ങനെ ഒരു പരിപാടിയില്ല. അതൊക്കെ ഇഷ്ടം കൊണ്ട് പറയുന്നതാവും ചിലപ്പോൾ. പക്ഷേ നമ്മളെ ബിസിനസ്സിനോ നമ്മളുടെ പ്രൊജക്റ്റിലോ നമ്മളെ വർക്കിനോ ബാക്കിയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ ജീവിതമുണ്ട്, ഓർക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട്, ഓർക്കും പൈസ ഉണ്ടാക്കണ്ടേ, ഓരോ ജീവിതം നോക്കണ്ടേ, ഓരോ വീട്ടുകാരെ നോക്കണ്ടേ. ആ സമയത്ത് നമ്മളങ്ങനെ മുന്തി പറഞ്ഞാക്കലല്ല ബാക്കിയുള്ളൊരു പരിപാടി, നമ്മൾ സപ്പോർട്ട് ചെയ്യലല്ല പരിപാടി. സോ റിയാലിറ്റിയിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവില്ല, മേ ബി 2-3 ആൾക്കാരുണ്ടാവും നമ്മളൊന്ന് തള്ളി തരാൻ, അല്ലെങ്കിൽ അടിപൊളിയായിട്ടോ എന്ന് പറഞ്ഞ പ്രചോദനം തരാൻ. ബാക്കിയുള്ളവർ ആരും കെയർ ചെയ്യില്ല. ആ സമയത്ത് ഞാൻ 4 പേരുടെ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ള 10 പേരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട് ഞാനൊരു ബിസിനസ്സിൻ്റെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക എന്നൊരു ഡിപ്രഷനുണ്ട്, ഒരു സങ്കടമുണ്ട്. ഞാൻ ഇവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്. അതിനേക്കാളും ബെറ്റർ സപ്പോർട്ട് പ്രതീക്ഷിക്കാണ്ടിരിക്കുക. സ്വന്തമായിട്ട് ഇൻഡിവിജ്വലി വർക്കൗട്ട് ചെയ്യുക. ആരുടെ അടുത്ത് മെൻറ്റർഷിപ്പ് എടുക്കണം, എന്തിലൊക്കെ വർക്കൗട്ട് ചെയ്യണം, എന്ത് റിസർച്ച് ചെയ്യണം, എന്ത് മിസ്റ്റേക്സ് നമുക്ക് വരാൻ പോകുന്നുണ്ട്. സോ കീപ്പ് ഒബ്സർവിങ്, കീപ്പ് ലേണിംഗ് ആൻഡ് കീപ്പ് ഡൂയിങ്. ഇത്രേ ഉള്ളൂ. അതല്ലാണ്ട് ബാക്കിയുള്ളവർ ഈ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ബിസിനസ് ഇടണം, ഏട്ടാ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒന്ന് സ്റ്റോറി ഇടും, ഈ ഒന്ന് ഷെയർ ചെയ്യുക, ഈ ഒന്ന് 4 ആൾക്കാരോട് പറയുക, അതിൻ്റെ 4 ക്ലയൻസിന് തരുമോ, ഇതെല്ലാം പരിപാടി. വി നീഡ് ടു ഫിഗർ ഔട്ട് എവറിത്തിങ്. നമ്മളുടെ പരിപാടിയാണ് നമ്മൾ സെറ്റ് ചെയ്യണം. വേറെ ഒരാളും അതിലേക്ക് സപ്പോർട്ട് ചെയ്യും പ്രതീക്ഷിക്കാണ്ട്.